സർ. ആനപ്പാറ സ്റ്റേഷനിൽ റൈറ്റ് എഴുതുന്ന കത്ത്. മയക്കുമരുന്ന് കഴിച്ച് അബോധാവസ്ഥയിലായ ഒരു ചെറുപ്പക്കാരൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. അയാളുടെ ബാഗിൽ നിന്നുമാണ് ഈ അഡ്രസ്സ് കിട്ടിയത്. ചെറുപ്പക്കാരന്റെ പേര് സാബു എന്നാണ് അഡ്രസ്സിൽ കാണുന്നത്. സാബുവിന്റെ ഒറ്റവരോ ഉടവരോ ആയിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും വേഗം ഈ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടുക. സർ, ഞാൻ ആനപ്പാറ SI ബാലകൃഷ്ണൻ. മെസ്സേജ് കിട്ടിയില്ലേ? കിട്ടി സർ. ആളെവിടെ ഉണ്ട്? താഴെ സെല്ലുണ്ട് സർ. എന്താ സംഭവിച്ചത്? കുറച്ചുനാൾ മുമ്പ് ഇവിടെ TV-യിൽ ബോധമില്ലാതെ ബഹളം കൂട്ടിയ ഒരു ചെറുപ്പക്കാരനെ കുറിച്ച് വാച്ചർ റിപ്പോർട്ട് ചെയ്തു. ഡ്രഗ്സോ മറ്റോ ആയിരിക്കണം. ഞങ്ങൾ കസ്റ്റഡിയിലെടുത്ത് ഹോസ്പിറ്റലൈസ് ചെയ്തു. ആളിന്ന് വളരെ വയലന്റ് ആണ് സർ. അക്യൂട്ട് സെല്ലിലേക്ക് മാറ്റേണ്ടി വരും. സാർ, ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് ഇവരെ കണ്ടുപിടിച്ചിട്ട് ഒരു വാക്ക് പോലും ചോദിക്കാതെ പോയാൽ ഈ കണ്ടീഷൻ അവനോട് എന്ത് ചോദിക്കാനാ? സർ, പിന്നെ ഞാൻ സാബുവിനെ കാണാൻ വന്നതാ. അഭിനയം നന്നായിരുന്നു കേട്ടോ. എന്നെ മനസ്സിലായില്ലേ? ഞാൻ രാവിലെ അവരുടെ കൂടെ ബോസ് എന്നെ ഇങ്ങോട്ട് വിട്ടത്. ബോസ് ഇപ്പൊ എവിടെയുണ്ട്? അടുത്തൊരു സ്ഥലത്ത് വെയിറ്റ് ചെയ്യാം. എന്നെ എങ്ങനെ രക്ഷിക്കും? പുറത്ത് പോലീസുണ്ട്. ഇതിലും വലിയ പത്ത് ഞാൻ ഭേദമാക്കിയിട്ടുണ്ട്. പിന്നെയല്ലേ നീ? പ്രായമായ അച്ഛനും അമ്മയ്ക്കും ഒരേ ഒരു മകൻ, ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗിൽ ഉയർന്ന റാങ്ക് നേടിയ വിദ്യാർത്ഥി. ഇതൊക്കെ ആയിട്ടും നീ ഇന്ന് ജീവിതമാകെ തുലച്ചു നിൽക്കുക. സ്ഫോടനത്തിൽ നിന്റെ ഇൻവോൾവ്മെന്റ് വ്യക്തമായി തെളിയിക്കപ്പെട്ട സ്ഥിതിക്ക് തൂക്കുകയറിൽ കുറഞ്ഞ ഒരു ശിക്ഷയും നീ പ്രതീക്ഷിക്കണ്ട. ക്യാമറയിലേക്കുള്ള റിമോട്ട് കൺട്രോൾ ഉണ്ടാക്കിയെന്നല്ലാതെ That's more than enough for the capital punishment. നിയമത്തിന്റെ ഒരു ആനുകൂല്യം നിനക്ക് കിട്ടാൻ പോകുന്നില്ല. But I can help you, provided you should cooperate with me. എനിക്ക് രണ്ട് കാര്യങ്ങളെ അറിയേണ്ടതുള്ളൂ. ആരൊക്കെയാണ് ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ? ബോസ് അല്ലാതെ മറ്റൊരു കോണ്ടാക്റ്റും എനിക്കില്ല. ആരാണ് ഈ ബോസ്? അവന്റെ യഥാർത്ഥ പേരെന്താണ്? ബോസ് എന്നല്ലാതെ മറ്റൊരു പേര് അയാൾക്കുണ്ടോ എന്ന് എനിക്കറിയില്ല സർ. അവനിപ്പോ എവിടെയുണ്ട്? Come on, tell me. Tell me.
സാർ പബ്ലിക് റിലേഷൻസ് കിട്ടിയ ഫോട്ടോഗ്രാഫ്സ് CM മാധവൻ അറ്റൻഡ് ചെയ്ത എല്ലാ മീറ്റിംഗുകളുടെയും ഫോട്ടോഗ്രാഫ്സ് വേണമെന്ന് സാർ എന്ന് പറഞ്ഞിരുന്നില്ലേ? ഇലക്ഷൻ മീറ്റിംഗിന്റെയും മറ്റും പത്രമാഫീസുകളിൽ നിന്നും സംഘടിപ്പിക്കേണ്ടി വന്നു. അതുകൊണ്ടാണ് താമസിച്ചതെന്ന് പറയാൻ പറഞ്ഞു. ആ കില്ലറെ എന്ന് ജീവനോടെ ഇല്ല. പിന്നെ അവന്റെ മുഖം ഏതെങ്കിലും ഫോട്ടോഗ്രാഫി കണ്ട് എന്ത് പ്രയോജനം? സാർ ഇത് ആ കില്ലറുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. പ്രേത പരിശോധന നടത്തിയപ്പോൾ പോലീസുകാർക്ക് കിട്ടിയതാണ് സാർ. 303186. ഇതാരുടെ നമ്പറാ? അറിയില്ല സാർ, കണ്ടുപിടിക്കാൻ. 6 ഡിജിറ്റ് നമ്പറുള്ള ഒരുപാട് എക്സ്ചേഞ്ച് ഉണ്ട്. അതിലിപ്പോ ഏതാന്ന് വെച്ചിട്ടാ? എനിവേ യു ട്രൈ ഇറ്റ്. പരിചയമുള്ള വല്ല പേരുണ്ടോ നോക്കാം. സാർ